The Pilgrim's Progress, a famous religious allegory, the story of man's progress to life in search of salvation. It is one of the most entertaining allegories of faith. ജോൺ ബർണീൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാട്ട് ഈസ് പ്യൂരിറ്റാനിസം ആൻഡ് വാട്ട് ഈസ് റിഫോർമേഷൻ. പ്യൂരിറ്റാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലീജിയസ് റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഫസ്റ്റ് എമേർജ്ഡ് ഇൻ 16th century ആൻഡ് ഏർലി 17th centuries ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ 16th centuryയുടെ അവസാനത്തിലും 17th century തുടക്കത്തിലുമായിട്ടുള്ള ഒരു റിലീജിയസ് റിഫോർമേഷൻ മൂവ്മെൻ്റാണ് പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത്. ഇവിടെ റിഫോമേഴ്സിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ദേ ഡിഡ് ബിലീവ് ഇൻ റിലീജിയസ് ഫ്രീഡം. സോ ദേ വാണ്ടഡ് ടു റിമൂവ് കാത്തോലിസിസം ഫ്രം ആംഗ്ലിക്കൻ ചർച്ച്. ആംഗ്ലിക്കൻ ചർച്ചിൽ നിന്നും കാത്തോലിസിസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവരുടെ ആശയങ്ങൾ ഇവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇംഗ്ലണ്ടിലും അതിനുശേഷം മറ്റുള്ള പല ഭാഗങ്ങളിലേക്കായി ഇവരുടെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ചിന്താരീതികളെയും ഇവർ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സോ പ്യൂരിറ്റൻസ് ഇവൻച്വലി സ്പ്രെഡ് ത്രൂ ഔട്ട് ന്യൂ ഇംഗ്ലണ്ട്, ദെൻ എസ്റ്റാബ്ലിഷിംഗ് ന്യൂ സെൽഫ് ഗവേണിംഗ് ചർച്ചസ്. ഇവിടെ നമ്മൾ എടുത്തു പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. സോ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള ഒരു റിലീജിയസ് സെറ്റിൽമെൻറ്റ് അവിടെ സാധ്യമാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ദ ഇംഗ്ലീഷ് പ്യൂരിറ്റാനിസം എൻറ്റേർഡ് എ പീരീഡ് നോൺ ആസ് ദി ഗ്രേറ്റ് പെർസിക്യൂഷൻ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പ്യൂരിറ്റൻസിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ടു റീഫോം ദ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. അങ്ങനെ ദ ഫസ്റ്റ് പ്യൂരിറ്റൻ കോളനി വാസ് ദ പോളിമത്ത് കോളനി, ദെൻ ഫോളോ ദ മസാച്യൂസെറ്റ്സ് ബേ കോളനി. മസാച്യൂസെറ്റ്സ് ബേ കോളനിയും അതുപോലെ തന്നെ പോളിമത്ത് കോളനിയൊക്കെ പിന്നീട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇനി പ്യൂരിറ്റൻ ലിറ്ററേച്ചറിലേക്ക് വരികയാണെങ്കിൽ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് മെൻറ്റ് ഫോർ ജസ്റ്റ് എൻ്റർടൈനിങ്. അപ്പോൾ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല ഒരിക്കലും പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് മെൻ ടു പ്രൊവൈഡ് ദ റീഡേഴ്സ് വിത്ത് ലെസൺസ് ഓൺ റിലീജിയസ് തീംസ്. വളരെ സിമ്പിളായി സ്ട്രേറ്റ് ഫോർവേഡായി അതേപോലെ തന്നെ ഒരുപാട് ബിബ്ലിക്കൽ അല്യൂഷൻസും ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലും ഡിഫറെൻറ്റ് ടൈപ്പിലും ഒക്കെ ആയിരുന്നു മെയിനായിട്ടും പ്യൂരിറ്റൻ ലിറ്ററേച്ചർ ഉണ്ടായിരുന്നത്. പക്ഷേ എന്തിരുന്നാലും ഇറ്റ് ഇസ് ഓൾവേസ് ഹാവ് ദ സെയിം പേർപ്പസ്. എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയുക അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഒരുപാട് ഫേമസ് ഫിഗേഴ്സാണ് പ്യൂരിറ്റാനിസം സ്പ്രെഡ് ചെയ്യുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇംഗ്ലണ്ടിൽ ദ പ്യൂരിറ്റൻ മൂവ്മെൻറ്റ് വാസ് ഇനീഷ്യലി ലെഡ് ബൈ ഫിഗേഴ്സ് സച്ച് ആസ് വില്യം ടിൻഡേ ഹു ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ ഇൻ ടു ഇംഗ്ലീഷ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് ബൈബിൾ, വില്യം ടിൻഡേ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സും അവരുടെ വർക്കുകളുമൊക്കെ ഇതിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു റിലീജിയസ് റിഫോം മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, ഫാമിലി, മൊറാലിറ്റി, എല്ലാ കാര്യത്തിലും വളരെയധികം ലളിതമായ ജീവിത രീതികളെക്കുറിച്ചും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അവർക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിലീജിയസ് തീംസിൽ എഴുതിയിരിക്കുന്ന വർക്കുകളിൽ അന്നത്തെ കാലഘട്ടത്തിലെ വർക്കിനകത്ത് ജോൺ ബർണീൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ജോൺ ബർണീൻ്റെ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് മാൻ നെയ്മഡ് ക്രിസ്ത്യൻ ആൻഡ് ഹിസ് ജേർണി ടു സാൽവേഷൻ, ആ ഒരു സ്റ്റോറിക്ക് വളരെയധികം പ്രാധാന്യം വരാൻ കാരണം ജോൺ ബർണീൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ്സിന് പുറമെ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ്, അതുപോലെ ജോൺ ആൻ ബ്രാഡ്സ്ട്രീറ്റിൻ്റെ ദ ഓതർ ടു ഹെർ ബുക്ക് അപ്പോൺ ദ ബേണിംഗ് ഓഫ് അവർ ഹൗസ്, വില്യം ബ്രാഡ്ഫോർഡിൻ്റെ ഓഫ് പോളിമൗത്ത് ഓഫ് പ്ലാന്റേഷൻ, അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സും അവരുടെ വർക്കുകളുമൊക്കെ പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൂടുതൽ സ്പ്രെഡ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, റിഫോർമേഷൻ. നേരത്തെ പറഞ്ഞ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ്റെ ഒരു ഡയറക്റ്റ് ഔട്ട് ഗ്രോത്ത് എന്ന് വേണമെങ്കിൽ പറയും. കാരണം രണ്ടും സംഭവിക്കുന്നത് വിത്തിൻ ദി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. കൂടുതലും ബേസ് ചെയ്തിരിക്കുന്നത് ബൈബിളിനെ തന്നെയാണ്. സോ പ്യൂരിഫൈ ദി ചർച്ച് ഫ്രം കാത്തോലിക് പ്രാക്ടീസസ്, ഇതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. സോ ദ ഇംഗ്ലീഷ് റിഫോർമേഷൻ ബിഗാൻ വിത്ത് ഹെൻറി VIII ഓഫ് ഇംഗ്ലണ്ട്. ഇവിടെ സംഭവിച്ചത് കാത്തോലിക് ചർച്ചിൻ്റെ പ്രാക്ടീസസിനെ മാറ്റിവെക്കപ്പെടുകയും ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ദെൻ ദ ഇംഗ്ലീഷ് monarch became its supreme head. ഇവിടെ നമ്മൾ എടുത്തു പറയപ്പെടുന്ന വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. ഈ റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത് after the publication of Martin Luther's 95 Theses. Martin Luther was a German monk and a university professor. He posted his 95 Theses and then he argued the church had to be transformed or reformed. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ കാത്തോലിക്സിൻ്റെ
കുറേ പ്രാക്ടീസസുകളൊക്കെ ഇമ്മോറലാണെന്നുള്ളതും അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് കൂടുതലും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇവിടെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. കുറച്ച് കാലം മുന്നേ വരെ ബുക്ക് ഫോമുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായൊരു ധാരണയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് printing on to be a large scale had become possible through the introduction of mobile type printing by German goldsmith Johannes Gutenberg. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ഒരുപാട് ബുക്കുകൾ പ്രിൻറ്റഡ് ഫോമിൽ വരാനും അത് ജനങ്ങൾ ഓഡിയൻസിലേക്ക് കൂടുതൽ എത്താനും അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ അതുവഴി ഒരുപാട് സഹായകമായിട്ടുണ്ട്. സോ ഈ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻട്രൊഡക്ഷനോടുകൂടി ഇത്തരം റിലീജിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുമൊക്കെ പുസ്തകങ്ങളിലൂടെ പബ്ലിഷ് ചെയ്തതോടുകൂടി ആളുകൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്താണോ റിഫോമേഴ്സ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളിൽ അവരിലേക്ക് നേരിട്ടെത്താനുമുള്ള ഒരു വഴിയായി മാറുകയും ചെയ്തു. In short, the Reformation was a significant religious and political upheaval in 16th century Europe, challenging the authority of Catholic Church and leading to the rise of Protestantism. It began with Martin Luther's protest against the church practices. The Pilgrim's Progress, a Christian allegory written in 2 parts by John Bunyan. In starting നമ്മൾ കാണുന്നത് the protagonist Christian who started his journey from the city of destruction to the celestial city. ഇവിടെ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു, എന്തെല്ലാം ചലഞ്ചസ് അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു, എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഓവർകം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്തൊക്കെയായിരുന്നു, ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഫസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്. സോ in the first part the narrator trying to interpret his dream. ഇവിടെ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഗൈഡിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് എത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ സാൽവേഷൻസ് ക്യാൻ ഓൺലി ബി ഫൗണ്ട് ഇൻ ദി സെലസ്റ്റിയൽ സിറ്റി. അപ്പോൾ ഇവാഞ്ചലിസ്റ്റിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് സ്വീകാര്യമാവുകയും അദ്ദേഹം യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ആ യാത്രയിലാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുന്നത്. അദ്ദേഹം ഫസ്റ്റ് എത്തിച്ചേരുന്നത് ദി സ്ലോ ഓഫ് ഡിസ്ബോണിലാണ്. പക്ഷേ അവിടെയുള്ള തടസ്സങ്ങൾ മറികടന്ന് അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. ദെൻ ഹി മീൻസ് വേൾഡ്ലി വൈസ് മാൻ. പക്ഷേ വേൾഡ്ലി വൈസ് മാൻ്റെ ചില ആശയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടുന്ന് അത് റിജക്റ്റ് ചെയ്ത് അദ്ദേഹം വീണ്ടും എത്തുന്നത് ഗുഡ്വിൽസ് ഹൗസ് ആണ്. അവിടെ നിന്ന് ഹി ലേൺസ് മെനി ലെസൺസ് എബൌട്ട് ഫെയ്ത്ത്. നെക്സ്റ്റ് ക്രിസ്ത്യൻ ഫേസ് ചെയ്യുന്നൊരു മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഹി ലോസസ് ഹിസ് സർട്ടിഫിക്കറ്റ്, ദ സർട്ടിഫിക്കറ്റ് ഫോർ ദ എൻട്രി ടു ദി സെലസ്റ്റിയൽ സിറ്റി. അപ്പോൾ അദ്ദേഹത്തിന് സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ അവിടെ ഒരു പാസ് പോലെയാണത്. അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം അത് തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്ന് ദെൻ ഹി മീൻസ് 4 mistresses ഓഫ് ദ പാലസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അനുകൂലമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേ പ്രൊവൈഡ് ഹിം ഷെൽട്ടർ, ദേ ഫീഡ് ഹിം. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും യാത്ര തിരിച്ചു. ദെൻ ഹി എൻറ്റർ ദ വാലി ഓഫ് ഹ്യൂമിലിയേഷൻ. പക്ഷേ ഇവിടെയാണ് അപ്പോളിയൻ എന്ന് പറയുന്നൊരു മോൺസ്റ്ററെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നതും. ഈ മോൺസ്റ്റർ ക്രിസ്ത്യനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള സംഘർഷം അവസാനിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് അദ്ദേഹം എത്തുന്നത് ഷാഡോ ഓഫ് ഡെത്ത്. ഇറ്റ്സ് എ ഡെസേർട്ട് ലൈക്ക് വാലി. നെക്സ്റ്റ് ക്രിസ്ത്യൻ മീറ്റ് ചെയ്യുന്നത് ഫെയ്ത്ത്ഫുൾ ആൻഡ് ക്രിസ്ത്യൻ ജോയിൻ ടുഗെദർ. ഇവിടെ വീണ്ടും ഇവാഞ്ചലിസ്റ്റ് വരുന്നുണ്ട്. ഇവാഞ്ചലിസ്റ്റ് എന്ന് നേരത്തെ പറഞ്ഞു സ്പിരിച്വൽ ഗൈഡ്. ഇവാഞ്ചലിസ്റ്റ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും വാണിംഗ് കൊടുക്കുന്നുണ്ട്. ഇവർ വീണ്ടും ഇവരുടെ അടുത്തൊരു എത്തിച്ചേരേണ്ടത് ടൗൺ ഓഫ് വാനിറ്റിയിലേക്കാണ്. അപ്പോൾ ഇവാഞ്ചലിസ്റ്റ് പറയുന്നുണ്ട് ഇതിനകത്ത് ഇനി അടുത്തുള്ള യാത്രയില്ലേ ഇതിലാരെങ്കിലും ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ, മറ്റുള്ളവർ തീർച്ചയായിട്ടും ഇല്ലാതെയാവും എന്ന് പറയുന്നുണ്ട്. ദെൻ ദ ടു എൻഡ് വാനിറ്റി. ഇവിടെയുള്ള ചില ജനങ്ങളുടെ വിശ്വാസങ്ങളെ ഇവർ കളിയാക്കുകയും സ്വാഭാവികമായിട്ടും അത് കുറച്ച് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഫെയ്ത്ത്ഫുൾ എക്സിക്യൂട്ടഡ്, ദെൻ ക്രിസ്ത്യൻ റിമാൻഡഡ് ടു പ്രിസൺ. പക്ഷേ അവിടുന്ന് അദ്ദേഹം എസ്കേപ്പ് ആവുന്നുണ്ട്. വീണ്ടും അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ക്രിസ്ത്യൻ്റെ യാത്രയിൽ കൂടെയുള്ളത് ഹോപ്പ്ഫുള്ളാണ്. ക്രിസ്ത്യനും ഹോപ്പ്ഫുള്ളും യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനിടയിൽ ഇവർ ബൈ എൻസിനെ കാണുന്നു. പക്ഷേ ക്രിസ്ത്യൻ ഈ ബൈ എൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആ കമ്പനി റിജക്റ്റ് ചെയ്യുന്നു. ഇവർ വീണ്ടും ഇവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതിനിടയിൽ ചില മൈനർ ഇൻസിഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഓവർകം ചെയ്ത് ഇവരെത്തുന്നത് പിന്നെ ഡൗട്ടിങ് കാസിലേക്കാണ്. ഇവിടെ ഒരു കാസിൽ ഓണറായിട്ടുള്ള ജെയിൻ ഡെസ്പിയർ അവരുടെ വൈഫ് നല്ല രീതിയിൽ ഇവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഇവർ എസ്കേപ്പ് ആവുന്നു. ദെൻ
അവർ പിന്നീട് എത്തിച്ചേരുന്നത് ഡിലക്റ്റബിൾ മൗണ്ടെയിനിലേക്കാണ്. ഇവിടെ അവർ മീറ്റ് ചെയ്യുന്നത് ഒരു വൈസ് ഷെഫേഴ്സിനെയാണ്. പക്ഷേ ഈ ഒരു ഡിലക്റ്റബിൾ മൗണ്ടെയിൻസിൽ ഷെഫേഴ്സ് ഇവർക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന ആരും മരണമല്ലാത്ത മറ്റൊന്നുമായും തിരിച്ചു പോയിട്ടില്ല എന്ന് വാൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു തടസ്സവും മറികടന്ന് ഇവർ പിന്നീട് എത്തിച്ചേരുന്നത്, ഇവർ മീറ്റ് ചെയ്യുന്നത് ഇഗ്നോറൻസിനെയാണ്. പക്ഷേ ഇഗ്നോറൻസിൻ്റെ കമ്പനിയും ഇവർക്ക് അധിക സമയമൊന്നും കിട്ടുന്നില്ല. ദെൻ ക്രിസ്ത്യൻ ആൻഡ് ഹോപ്പ്ഫുൾ ഓൾസോ മീറ്റ് ഫ്ലാറ്റർ ദി എത്തീസ്റ്റ്. ദെൻ ഒരു സ്ലീപ്പ് ഇൻഡ്യൂസിങ് എൻചാൻറ്റഡ് ഗ്രൗണ്ട് അതിനെ ക്ലോസ് ചെയ്തുകൊണ്ട് ദെൻ ഫൈനലി they enter a land of Beulah where the celestial city located. ഇവിടുത്തെ അന്തരീക്ഷം വളരെ മനോഹരമായിരുന്നു. ഒരുപാട് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും അവർക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഫൈനലി ദേ റീച്ച് ദി ഗേറ്റ് ഇൻ ടു ദ സിറ്റി. പക്ഷേ അതിലേക്ക് കടന്നു പോകണമെങ്കിൽ ഫസ്റ്റ് ദേ ക്രോസ് എ റിവർ വിതൗട്ട് ബ്രിഡ്ജ്. ക്രിസ്ത്യൻ ഏറെക്കുറെ താഴ്ന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഹോപ്പ്ഫുൾ അദ്ദേഹത്തെ ക്രൈസ്ത്യൻ വിശ്വാസങ്ങളും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെ മുന്നോട്ട് കൊണ്ടുപോവുകയും ദെൻ ഫൈനലി അവരെ സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അവിടെയുള്ളവരവരെ വെൽക്കം ചെയ്യുന്നു. ഇതോടുകൂടി ഫസ്റ്റ് പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്.